ഹെയർ വന്നിട്ട് ഫ്രിസി ഹെയർ ആണോ? അതായത് നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോഴേക്കും പെട്ടെന്ന് നിങ്ങളുടെ മുടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ മുടി ചീവുമ്പോഴേക്കും മുടി പെട്ടെന്ന് പൊന്തി നിൽക്കുന്ന പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ വന്നിട്ട് കേളി അല്ലെങ്കിൽ വേവി ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് നിങ്ങളുടെ വേവി ഹെയർ ആണെങ്കിലും കേളി ഹെയർ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമുക്ക് അത് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ നമുക്കിതിനെ CGM എന്ന് വിളിക്കാം, കേളി ഗേൾ മെത്തേഡ് അല്ലേ? കളി ഗേൾ മെത്തേഡ് ഓക്കെ. എനിവേ, അപ്പോൾ നമുക്കിന്ന് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CGM മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പറയണത്. ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു CGM ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഞാൻ ട്രൈ ചെയ്തിട്ട് ട്രയൽ ആൻഡ് എററിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് മുടി നല്ല കേളാക്കാനാണെന്ന് ഞാൻ പറയുന്നില്ല, മുടി നന്നായിട്ടൊന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂട്ടീനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഹെയർ കേളി ഹെയർ എങ്ങനെയാണെന്നുള്ള എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റ് ആക്കി ഇട്ടിരിക്കുന്നതാണ്. എനിക്ക് എളുപ്പം മുടി സ്ട്രെയിറ്റ് ആക്കി ഇടുമ്പോഴേക്കും വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടും പിന്നെ എൻ്റെ ഫേസ് ഷേപ്പിന് വന്നിട്ട് എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ചേരണേന്ന് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കേളി ഹെയറിന് എൻ്റെ നാച്ചുറൽ ഹെയർ നോർമലി ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴേക്കും ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കേളി ഹെയർ ആണോ വേവി ഹെയർ ആണോ എന്നുള്ളത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഹെയർ വാഷ് ചെയ്തിട്ട് മുടിയുടെ ഒരു സ്ട്രാൻഡ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിയും. ഓക്കെ, ഇത് വേണ്ട. ഓക്കെ, ഒരു സ്ട്രാൻഡ് നമ്മളിത് ഇങ്ങനെ ഒരു മുടി നാരെടുക്കുക. ഈ മുടി നാര് ഏത് ഷേപ്പിലാണ് ഇരിക്കണേന്നുള്ളത് നോക്കുക. നനഞ്ഞ മുടി കേട്ടോ, നനഞ്ഞ മുടി അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ടെക്സ്ചറിലായിരിക്കും ഇരിക്കണത്. അതായത് ഇങ്ങനെ കേളിലായിട്ടാണോ അതോ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണോ ഇരിക്കണേന്നുള്ളത് നോക്കണം. നിങ്ങളുടെ വേവി ഹെയറും കേളി ഹെയറും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ കേളി ആവണത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹെയർ കേളി ആവണത് ഇഷ്ടമില്ല, പക്ഷേ ഇപ്പോൾ ഫുള്ള് CGM എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ഫുള്ള് കേളി ഹെയർ ട്രെൻഡിങ് ആവുന്നുണ്ടെന്നൊക്കെ വെച്ച് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഹെയർ കേളി അല്ലെങ്കിലും നിങ്ങളുടെ ഈവൻ സ്ട്രെയിറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോൾ അമ്മയുടെയോ ഇല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളുടെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും കേളി ഹെയർ ഉണ്ട്, അതായത് നിങ്ങളുടെ മുടിയിൽ കേൾസ് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ മുടി കേളിയായി മാറും. എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ അനിയത്തി അമ്മൂസ്. അവളുടെ മുടി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യണവരാണെങ്കിൽ ഒത്തിരി പേര് അവളുടെ മുടി ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ടായിരുന്നു. അവളുടെ നല്ല ഇപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കും ഇരിക്കണില്ല, ഇതേപോലെ ഇതിനേക്കാട്ടിലും സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു അവളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഒന്നും ചെയ്യാത്ത അവളുടെ മുടി ഇരിക്കണത്. അത്രയും നേരമുള്ള മുടിയായിരുന്നു. ഞാനിങ്ങനെ CGM ചെയ്യണം കണ്ടിട്ട് അവൾക്ക് ഇങ്ങനെ ഇതൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കേളി ഹെയർ ഭയങ്കര ട്രെൻഡിങ് ആയി വന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്യണ പോലെ ചെയ്തതാണ്. അങ്ങനെ കുറച്ച് നാൾ വളരെ കുറച്ച് നാളെ ചെയ്തുള്ളൂ കേട്ടോ. പക്ഷേ എന്നിട്ട് തന്നെ അവളുടെ ഹെയർ നല്ലോണം കേളിയായി. ഇപ്പം നിങ്ങൾ അവളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതായിട്ട് കേൾസ് ഉള്ള ഹെയർ ആയിരിക്കാം. ഭയങ്കര കേളി ഹെയർ എന്നല്ല, പക്ഷേ കേള് ഫോം ആയിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഓൾറെഡി കേളി ഹെയർ ആണ്. അപ്പോൾ അവൾക്കൊരു കേൾസ് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം നമ്മളുടെ മുടി ഒരിക്കലും എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 6ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ 12th വരെയൊക്കെ സ്ട്രെയിറ്റ് ഹെയർ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് കേളി ഹെയർ ആവാം. പല കാരണങ്ങൾ കൊണ്ടിട്ടാവാം. എൻവയൺമെൻറ്റൽ ചേഞ്ച്, നമ്മളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണത്, നമ്മൾ മുടി ശ്രദ്ധിക്കാതെ വരുമ്പോൾ, അങ്ങനെയൊക്കെ പല രീതിയിലും മുടി മാറാം. ചിലവർക്ക് കേളി ഹെയർ ആയിട്ടുള്ളവർക്ക് സ്ട്രെയിറ്റ് ഹെയർ ആവാം, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കേളി ഹെയർ ആവാം. അങ്ങനെ നമുക്ക് ലൈഫ് ലോങ് ഒരേ ഹെയർ ടൈപ്പും അതുപോലെ സ്കിൻ ടൈപ്പ് ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് ട്രൈ ചെയ്യുക. ജസ്റ്റ് ട്രൈ ചെയ്യേണ്ട. ഇത് ആയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണമെച്ചാൽ മാറ്റിയെടുക്കാതിരിക്കാം. അതുപോലെ എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു CGM ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് എക്സ്ട്രാ 2 പ്രോഡക്റ്റ് മാത്രം മതി. ഓക്കെ, ഒരുപാട് പ്രോഡക്റ്റ്സ്, ഇത് പ്രോപ്പർ CGM അല്ല കേട്ടോ. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 2 എക്സ്ട്രാ പ്രോഡക്റ്റ് മാത്രം മതി. നമ്മൾ ബിഗിനർ ആകുമ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകളും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് കറക്റ്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാവില്ല. പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് തോന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടമാനം പ്രോഡക്റ്റ് മേടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. കാരണം നമുക്കിത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം വേണം, നമ്മളുടെ ആ ഒരു സെൽഫ് ലവ്, നമ്മളുടെ ആ ഒരു എഫേർട്ട് അതിലോട്ട് ഇടണം. എങ്കിലൊക്കെ മാത്രമാണ് നമുക്ക് ഇത് ഫോളോ ചെയ്ത് നമ്മളുടെ നാച്ചുറൽ ഹെയറിനെ നമുക്ക് നല്ല ഭംഗിക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ വേണ്ട സംഗതിയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യാൻ റെഡി
ആണോ, നിങ്ങൾക്കിത് ചെയ്തിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ്സ് മേടിച്ച് കൂട്ടിയിരുന്നാൽ മതി. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഹെയർ കെയർ റൂട്ടീനിൽ എക്സ്ട്രാ രണ്ട് പ്രോഡക്റ്റ് മാത്രം മതി. ഫസ്റ്റ് വൺ കേളിംഗ് ക്രീം, സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ജെല്ല്. ഈ ജെല്ല് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ വളരെ വിലക്കുറവിൽ ജെൽസ് അവൈലബിൾ ആണ്. എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോവേറ ജെല്ല് യൂസ് ചെയ്യേണ്ട കേട്ടോ, അലോവേറ ജെല്ല് അത്ര കണ്ട് വർക്ക് ചെയ്യണമായിട്ട് എൻ്റെ ഹെയറിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഫ്ലാക്സ് സീഡ് ജെല്ല് നല്ലത്, നമുക്ക് വീട്ടിലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ആമസോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് വന്നിട്ട് ഫസ്റ്റ് വൺ ഷാമ്പൂ വേണം. ഷാമ്പൂ നമ്മളെല്ലാവരും യൂസ് ചെയ്യണതാണ്. പിന്നെ വേണ്ടത് കണ്ടീഷണർ, അതും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കേളിംഗ് ക്രീമും അതുപോലെ ജെല്ലും. അപ്പോൾ എക്സ്ട്രാ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വേണ്ടത്. കേളിംഗ് ക്രീം നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേളായി പോണ പോലെ ഭയങ്കര കെമിക്കൽസ് ഉള്ളൊരു സംഗതിയാണ്. കേൾസിനെ കൊണ്ടുവരുന്ന പോലത്തെ നമ്മളെന്താ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ക്രീം പോലത്തെ ഒന്നും അല്ല. ഇങ്ങനെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ക്രീംസ് ഒന്നും അല്ല. ഈ കേളിംഗ് ക്രീമിനകത്തുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റാണ്. നമ്മളുടെ കേൾസിനെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഉള്ള കേൾസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിൽ മുടിയൊന്നും ഇങ്ങനെ ചുരുട്ടിയും കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കേൾസ് വരണം. അല്ലാതെ ഈ കേളിംഗ് ക്രീം ഭയങ്കര ദോഷമായതുകൊണ്ടോ അല്ലെങ്കിൽ അത് കെമിക്കലായിട്ട് നമ്മളുടെ മുടി ചുരുട്ടുന്നതോ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി ഞാൻ ഹെയർ കെയർ റൂട്ടീനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹെയർ നിങ്ങൾ ഓയിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ ഓയിൽ വയ്ക്കുക, അതൊന്നും ഞാൻ പറയണില്ല കേട്ടോ, അതൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഷാമ്പൂയും അതിൽ പറയാം. നമ്മൾ ഹെയർ നല്ലോണം ഷാമ്പൂ ചെയ്ത് സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആക്കുക. അതിനുശേഷം നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ കണ്ടീഷണർ ഹെയറിൽ അപ്ലൈ ചെയ്യാം. കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഇനിയാണ് നമുക്ക് ഈ കേളിംഗ് ക്രീം യൂസ് ചെയ്യേണ്ടത്. കേളിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ മുടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം. അതായത് ഭയങ്കരമായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ കേളിംഗ് ക്രീം വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് കേളിംഗ് ക്രീം എടുക്കുക, വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ, കുറച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം കയ്യിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് മുടിയുമിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ സെക്ഷൻ ഓഫ് ഹെയർ എടുത്ത് അപ്ലൈ ചെയ്താലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി കേൾസ് വരണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക, ഹെയറിൽ നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തേക്കണോണ്ട് എനിക്കത് വരത്തില്ല, പക്ഷേ ഞാൻ അവിടെ വീഡിയോ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കുക. ഇങ്ങനെ ഞെക്കുമ്പോഴേക്ക് ഇങ്ങനെ നമുക്ക് കേൾസ് കറക്റ്റായിട്ട് വരും. നിങ്ങൾ എവിടം വരെയാണോ ചെയ്യണതെന്ന് വെച്ചാൽ ഇങ്ങനെ നെക്കുമ്പോൾ ഒരു ക്ലിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒച്ച വരണം കേട്ടോ. കാരണം ആ വെള്ളം ഇങ്ങനെ പ്ലം എന്നുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ പളക്കില്ലേ, അങ്ങനത്തെ ഒരു ശബ്ദം വരണം. ആ വെള്ളം അങ്ങനത്തെ ശബ്ദം വന്നെങ്കിലാണ് നമ്മുടെ വെള്ളം നമ്മളുടെ ഹെയറിലോട്ട് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്ത് കയറുന്നതും അതുപോലെ ഈ കേളിംഗ് ക്രീമും വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മളുടെ നാച്ചുറൽ ഹെയറിനെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ നിങ്ങൾ അതേപോലെ നോക്കുക. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്യണമായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കേൾസ് വന്നിട്ടുണ്ടോ. കേൾസ് ആദ്യമൊന്നും ചെയ്യുമ്പോൾ വരത്തില്ല കേട്ടോ, ഭയങ്കര പാടായിരിക്കും ആദ്യമൊക്കെ ചെയ്യുമ്പോൾ വരാൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളുടെ നേരെ കിടക്കുന്ന മുടീനെ നമ്മളതിൻ്റെ പിറകിലോട്ടാണ് കാണിക്കുന്നത്. അതായത് അവിടെ ഒരു ഫ്രിക്ഷൻ വരാം. അപ്പോൾ എങ്ങനെ വന്നാലും കുറച്ച് മുടി ഫ്രിസി ആവും. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഫ്രിസിനെ കളയുക. ഇതങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കുറേ തവണ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുറേ ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്തേക്കണതുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളുടെ നനഞ്ഞ മുടി എങ്ങനെയാണോ ഫ്രിസി ആയിട്ടിരിക്കണേ അതേപോലെ തന്നെയായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാലും. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിങ്ങനെ സെറ്റാക്കി വെക്കണം. നനഞ്ഞ മുടി നല്ല ഭംഗിയിൽ തന്നെ കിടക്കണം. അതായത് ഒതുങ്ങിയായിരിക്കും കിടക്കുക, പക്ഷെ കേൾസ് കിടക്കണതും മുടി ഇങ്ങനെ പൊട്ടി ഇരിക്കില്ലേ. അപ്പോൾ ആ രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പിറകുവശത്തെ മുടിയില്ലേ, ഈ പിറകുവശത്തെ മുടി മാനുവലി അല്ല, നമ്മൾ കൈകൊണ്ട് തന്നെ കേൾസ് കൊടുക്കണം. അതല്ലെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ ചെയ്താലൊന്നും ഇവിടം വരെ വരില്ല. കുറേ ട്രൈ ചെയ്താലും ഇവിടം വരെ വരാൻ പാടാ. നിങ്ങൾ കുറേ നാൾ CGM ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടി ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ വരും. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങളിങ്ങനെ ഈ ഭാഗം എടുക്കുക. എന്നിട്ട് ഈ 2 വിരലിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ കാണുന്നുണ്ടോ, ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വിടുക. അപ്പോഴേക്കും അവിടെ ആ ഒരു കേൾ ഫോം ആവും. അങ്ങനെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫുൾ ഹെയറിൽ ചെയ്യാം കേട്ടോ. കൈകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ വരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രിസിനെസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം കൊണ്ടിട്ട് ഫ്രിസിനെസ് കളയാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഫുള്ളിങ്ങനെ സ്ക്രഞ്ച് ചെയ്യുക. സ്ക്രഞ്ച് ചെയ്തതിന് ശേഷം കുറച്ച് ജെല്ല് കയ്യിലെടുക്കുക. ജെല്ല് കയ്യിലെടുത്തിട്ട് വളരെ മയത്തിൽ മുടിയിൽ ഇങ്ങനെ ഒന്ന് തലോടി കൊടുക്കുക. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു കേൾസ് ഉണ്ടല്ലോ, അത് അതേപോലെ ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെല്ല് യൂസ് ചെയ്യണത്. അപ്പോൾ ഫുൾ മുടിയിൽ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ
വേണമെങ്കിൽ പതുക്കെ മാത്രം ഇതിങ്ങനെ ഒന്ന് ചെയ്യുക. അതിങ്ങനെ പ്ലമ്മെന്ന് പറഞ്ഞാൽ ഒച്ചയൊന്നും കേൾപ്പിക്കണ്ട, ജസ്റ്റ് ആ ഒരു കേൾസ് പോയേക്കണ രീതിയിൽ ജെല്ലിനെയും കൂടി കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ ആ ജെല്ല് അവിടെ ഇരിക്കും. ഉണങ്ങി കഴിയുമ്പോഴേക്കും ജെല്ല് കുറച്ചും കൂടി ഇങ്ങനൊരു കേൾസിന് കുറച്ചും കൂടി ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ജെല്ല്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളുടെ ഹെയർ വന്നിട്ട് പൊതിഞ്ഞ് കെട്ടണം. അതായത് നമ്മളുടെ മുടി ഇങ്ങനെ നേരെ ടീഷർട്ടിലോ അതല്ലെങ്കിൽ മൈക്രോ ഫൈബർ ടവലിലോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഫ്രിക്ഷൻ ഉണ്ടാക്കാത്ത സാധനത്തിൽ വേണം കേട്ടോ നിങ്ങൾ പൊതിഞ്ഞ് കെട്ടാൻ വേണ്ടിയിട്ട്. അല്ലാത്തുള്ള നൂല് പൊങ്ങിയിട്ടുള്ള ടവല് ടർക്കി അതൊന്നും യൂസ് ചെയ്യരുത്. അതൊക്കെ യൂസ് ചെയ്താൽ മുടി പിന്നെ ഫ്രിസി ആവും. ഇത്ര പ്രോഡക്റ്റ് ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ മുടിയിൽ ഇങ്ങനെ കുനിച്ചിടുക, എന്നിട്ട് ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് മുടി ചുറ്റി കെട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടി സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു 10-20 മിനിറ്റ് അങ്ങനെ ആ മുടിയിലോട്ട് ആ വെള്ളം അബ്സോർബ് ആയിട്ട് പോണ പോലെ ഒരു 20 മിനിറ്റ്സ് അങ്ങനെ വയ്ക്കുക. അതിന് ശേഷം ഒരു ഇച്ചിരി ഒന്ന് വെള്ളമൊക്കെ പോയി ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ അര ഭാഗമൊക്കെ ഉണങ്ങി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് ടർക്കി എടുത്ത് മാറ്റി. ഇത് ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ. ടർക്കി എടുത്തിട്ട് മാറ്റി കഴിഞ്ഞിട്ട് മുടി അങ്ങനെ തന്നെ ഇടുക. ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇവിടെ ഹൈറ്റ് വേണമെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചമ്മന്തി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൈറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാത്രം നിങ്ങൾ പിന്നെ മുടിയിൽ ഒരു കാരണവശാലും തൊടരുത്. ഓക്കെ, മുടി ജസ്റ്റ് ഇതിങ്ങനെ 2 വിരൽ മാത്രം ഇട്ടിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ മാത്രം ഒരുപാട് മുടിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രീസി ആവും. അപ്പോൾ ടച്ച് ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുടി നോർമലായിട്ട് എയർ ഡ്രൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡിഫ്യൂസർ ഉണ്ടെങ്കിൽ ഡിഫ്യൂസ് ചെയ്യാം. ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫ്യൂസർ ഇങ്ങനെ കൊണ്ട് വയ്ക്കുക, എന്നിട്ട് ഓൺ ആക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക, മാറ്റുക, എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോകുക. അല്ലാതെ ഡിഫ്യൂസർ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, പിന്നെ മാറ്റുക, പിന്നെയും കൊണ്ടുവരിക, പിന്നെ മാറ്റുക, പിന്നെ അങ്ങനെ കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രിസി ആവും. വെച്ചിട്ട് ഓണാക്കുക, ഓഫ് ചെയ്യുക, സാധനം മാറ്റാം, പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, ഓണാക്കുക, ഓഫ് ചെയ്യുക, സാധനം മാറ്റുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്കുള്ള കേൾസ് കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മുടി മുഴുവനായിട്ട് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എണ്ണയോ, എണ്ണയെന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് എണ്ണ യൂസ് ചെയ്യണം കേട്ടോ. ആൽമണ്ട് ഓയിൽ ഇല്ലെങ്കിൽ ആർഗൻ ഓയിൽ അങ്ങനെയുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യുക. ഒഹോബ ഓയിലോ ഇല്ലെങ്കിൽ പിന്നെ സിറം യൂസ് ചെയ്യാം. സിറം എടുത്തിട്ട് നിങ്ങൾ കയ്യിൽ ഇങ്ങനെ കാണിച്ചിട്ട് മുടിയിൽ ഫുൾ ഇങ്ങനെ കാണിക്കുക. ഇപ്പോൾ ഈ ഒരു ടൈമിലുണ്ടല്ലോ നമ്മുടെ മുടി ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കുക. അതായത് ഒട്ടും മണ്ണല്ലാണ്ട് നല്ല അലമ്പ് പിടിച്ചിട്ടുള്ള ഒരു ലുക്കിലായിരിക്കും ഇരിക്കുന്നത്. അതിനെ നല്ല ഭംഗിയാക്കാനാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണേ. എണ്ണ കയ്യിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം മുടി ഇതിങ്ങനെ സ്ക്രഞ്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് നിങ്ങൾ മുടി ഉണങ്ങാതെ ചെയ്യരുത്. ഉണങ്ങാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫ്രിസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ വോളിയം വരാൻ തുടങ്ങും. ഭയങ്കര രസമായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴുള്ള ഫൈനൽ റിസൾട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്ക്രഞ്ച് ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങളുടെ മുടിയിൽ കോംബ് ചെയ്യരുത്. അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങളുടെ മുടി ഫ്രിസി ആവണമെന്ന് തോന്നോ ആ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുക്കുക, ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നിങ്ങളുടെ കേളി വേവി ഹെയർ ആണെന്നുണ്ടെങ്കിൽ കോമ്പിനോട് ബൈ പറയുക, വെള്ളത്തിനോട് വെള്ളം കൊണ്ടിട്ട് വേണം നിങ്ങൾ സ്റ്റൈൽ ചെയ്യാൻ. എങ്കിലാണ് മുടി കറക്റ്റ് രസമായിട്ടിരിക്കുള്ളൂ. എനിക്കോട് സിറം യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എൻ്റെ മുടിയിൽ എനിക്ക് വെള്ളമാണ് വേണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ 1-2 ടിപ്സും കൂടി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഈ ഒരു CGM ചെയ്യുമ്പോഴേക്കും ഇനീഷ്യലി നിങ്ങൾ സൂപ്പർ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നമ്മുടെ അനുപം പരമേശ്വരനെ പോലത്തെയോ അല്ലെങ്കിൽ ഏത് കളികൾ ഈ CGM കേൾസ് ഉള്ള ഹെയറിലെ പോലെയോ നല്ല ഭംഗിക്ക് കേൾസ് വരില്ല. അത് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങളൊരു 4 മാസം മിനിമം 4 മാസം അല്ലെങ്കിൽ 5 മാസം ഇതേ സംഗതി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ചെയ്യണ റിസൾട്ട് ആയിരിക്കില്ല അപ്പോൾ കിട്ടണേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടണമെന്നില്ല. പിന്നെ വന്നിട്ട് നിങ്ങൾ രാത്രി കിടക്കുമ്പോഴേക്കും നൈറ്റ് കെയർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയിൽ സിൽക്ക് പില്ലോ കേസ് യൂസ് ചെയ്യുക. സിൽക്കിൻ്റെ പില്ലോ കേസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സിൽക്കിൻ്റെ ബോണറ്റ് യൂസ് ചെയ്യുക തലയിൽ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും നമ്മുടെ മുടി ഫ്രിസി ആവും നാളെ രാവിലെ ആകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ സിൽക്കിൻ്റെ പില്ലോ കേസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ. അപ്പോൾ മുടിയിൽ ഒരുപാട് ഫ്രിസിനെസ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണം തോന്നുമ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് റീസെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എക്സ്ട്രാ പറയണം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അറിയിക്കണം കേട്ടോ. താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.